ഹലോ, നമസ്കാരമുണ്ട്. ദി ലൈഫ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, ജീവിതത്തിൻ്റെ ഒരു ലിസ്റ്റ്. മാർച്ച് 28 തോന്നുന്നു നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുള്ളത്. 2025 സിനിമയാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് വലിയൊരു റേറ്റിംഗ് ഒന്നും ഞാൻ റോട്ടൺ ടൊമാറ്റോസിലും അങ്ങനത്തെ റേറ്റിംഗ് സൈറ്റുകളിലൊന്നും വലിയ റേറ്റിംഗ് ഒന്നും കണ്ടില്ല, ക്രിട്ടിക്സിൻ്റെ. പക്ഷെ നമുക്കൊക്കെ ഒരു സിനിമ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമ നമുക്ക് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. പല ആൾക്കാരും വലിയ ഗുണമില്ല എന്നൊക്കെ പറയുന്ന സിനിമകൾ നമുക്ക് ഇഷ്ടമായി എന്നിരിക്കും. ചില സമയത്തൊക്കെ ചില സിനിമകൾ ഇറങ്ങിയിട്ട് അതിനെപ്പറ്റി മഹാമോശം നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കൾട്ട് ക്ലാസിക്കായിട്ട് മാറുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇത് അങ്ങനെയൊന്നുള്ള രീതിയിലൊന്നുമില്ല. പക്ഷേ എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടപ്പെടാൻ കാരണം അതിൻ്റെ ടൈറ്റിൽ തന്നെ ലൈഫ് ലിസ്റ്റ്. നമുക്കൊക്കെ ജീവിതത്തിനെ കുറിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അത് ദാറ്റ്സ് ആക്ച്വലി വാട്ട് കെയിം ടു മൈ മൈൻഡ്. എനിക്ക് അങ്ങനത്തെ ഒരു ലിസ്റ്റ് ഇല്ല എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് ബോധ്യമാവുന്നത്. അങ്ങനെ ഒരു ലിസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലേ ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ സിനിമയുടെ ഒരു കോൺസെപ്റ്റ്, അതിൻ്റെ ഒരു പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അമ്മ, 3 കുട്ടികൾ, 2 ആൺകുട്ടികൾ, ഒരു പെൺകുട്ടിയായിട്ട് വളരെ ക്ലോസാണ് അമ്മ. അങ്ങനെ അമ്മ ഒരു ബിസിനസ്സുകാരിയാണ്. ഷീ ഈസ് ബിൽഡ് ഹെർ ഓൺ ബിസിനസ് ആൻഡ് ഷീ റൺസ് എ ബിസിനസ് ആൻഡ് വെരി സക്സസ്ഫുൾ. മകള് പക്ഷേ ടീച്ചിങ് ചെയ്തു, അത് കഴിഞ്ഞ് നിർത്തി. ഷീ ഈസ് എ ബോയ് ഫ്രണ്ട്, ബട്ട് അതും അയാളും എന്തോ ഗെയിം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം അത്രയൊന്നും ഒരു അമ്മയുടെ ആ സക്സസ്, അമ്മയുടെ ആ വാട്ട് ഷീ ഹാസ് അച്ചീവ്ഡ് ഇൻ എ ലൈഫ്, അതുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ പിയർ പ്രഷർ മോൾക്കുണ്ടോ എന്നുള്ളതും കൂടെ തോന്നുകയാണ്. കാരണം എന്താ വെച്ചാൽ എപ്പോഴും അവരുടെ ഫാമിലിയിലും കമ്മ്യൂണിറ്റിയിലും എന്തോ ഒന്നും ആവാത്ത, ടീച്ചിങ് ജോലി ഉപേക്ഷിച്ചു അല്ലേ, എന്താ കോളേജിൽ നിന്ന് ഒഴിവായത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ജനറലി കുടുംബത്തിൽ നിന്നൊക്കെ വരുന്നത്. വെരി റിലേറ്റബിൾ. ഇപ്പം നമ്മളുടെയൊക്കെ ഒരു ലൈഫിൽ ജനറലി ധാരാളം ആൾക്കാരങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്തോ തീരെ ഒന്നും നേരെയാവാത്തതെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ചില സമയത്ത്. ഇതൊക്കെ നമ്മളോടുള്ള കൺസേൺ കൊണ്ട് ചോദിക്കുക എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ ചോദിക്കുക. പക്ഷേ അതൊക്കെ ഓരോ കൺസേണും നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മളെ കുത്തി നോവിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. അങ്ങനെ അമ്മയ്ക്ക് ക്യാൻസർ വന്നിട്ട് മോം ഇസ് ഡൈയിങ്, മോം പാസസ് അവേ. ആൻഡ് ഇൻഹെറിറ്റൻസിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ പറയുമ്പം ഈ മകളുടെ അടുത്ത്, മകള് 13 വയസ്സുള്ള സമയത്തൊരു ലൈഫ് ലിസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ടീച്ചറാവണം, എനിക്ക് കോമഡി ക്ലബ്ബ് പോയിട്ട് ഒരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യണം. അങ്ങനെ ഒരു 13 വയസ്സുകാരിക്ക് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് എഴുതിയിരുന്നു. അപ്പം അമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മ ഇവരുടെ ഒരു ലോയർ വഴി, അപ്പോൾ ഇവക്കൊന്നും കൊടുത്തില്ല മകൾക്ക്. എന്നിട്ട് ഒരു വീഡിയോ ഉണ്ട്, ഒരു CD ഉണ്ട്, DVD. ആ DVD ആണ് എനിക്കുള്ളതെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ ഒരു പ്രോജക്റ്റിലേക്ക് ഈ മോളെ തള്ളി വിടുകയാണ്. അതായത് മോളോട് പറയുകയാണ്, ഞാൻ ഈ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം കണ്ടെത്തി, ഇത് നീ 13 വയസ്സുള്ളപ്പോൾ എഴുതിയതാണ്, പക്ഷെ ഇതാണ് നീ ട്രൂ ആയിട്ട്, ഇതിൽ നീ എഴുതിയ സാധനങ്ങൾ അതിൽ നിന്നൊക്കെ വളരെ മാറിയിട്ട് നീ ആരൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ആവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ 1 വർഷം നിനക്ക് സമയമുണ്ട്. ആ 1 വർഷത്തിൽ നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത്, ഓരോ കാര്യം ചെയ്യുമ്പോഴും ലിസ്റ്റിൽ, അവൾ 13 വയസ്സിൽ എഴുതിയതിൽ ഓരോ ലിസ്റ്റ് ടിക്ക് ചെയ്യുമ്പോഴും ഓരോ DVD ലോയർ തരും. അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവൾക്ക് കൂടുതൽ മനസ്സിലാവും അമ്മേനെക്കുറിച്ചും. അങ്ങനെ ഇവൾ ആ യാത്രയിലൂടെ പോവുകയാണ്. ഇവൾ എസ്ട്രേഞ്ച്ഡ് ആയിട്ടുള്ള ഇവളുടെ അച്ഛനുമായിട്ട് മീറ്റ് ചെയ്യുന്നത്, അങ്ങനെ കുറേ സാധനം, ഫൈൻഡിങ് ട്രൂ ലവ്, പിന്നെ ഡ്രൈവിംഗ് അറിഞ്ഞൂടെ, അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുക, അങ്ങനത്തെ കുറേ രസകരമായിട്ട് 13 വയസ്സിൽ എഴുതിയ ഒരു ടാറ്റു കുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അമ്മ അവളുടെ ഡ്രീമിലേക്ക് തള്ളി നീക്കുകയാണ്. അമ്മ പറയുന്നൊരു സംഭവമുണ്ട്. അമ്മ പറയും, നീ ഏതൊക്കെ കുഴിയിൽ പോയി ചാടും എന്നുള്ളത്, അതിൽ നിന്നും പുൾ ഔട്ട് ചെയ്യാൻ ഞാൻ ഇവിടെ ഉണ്ടാവില്ല, പക്ഷെ ഐ ക്യാൻ ഗിവ് യു എ ഷവൽ വെച്ചിട്ട് കൈക്കോട്ട് തരാം. എവിടെയെങ്കിലും നീ കൈക്കോട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നീ കുഴി മൂടുകയെ അതിൽ നിന്ന് രക്ഷപ്പെടുകയെ എല്ലാ സാധനങ്ങളും നിനക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് തരാമെന്ന് പറഞ്ഞിട്ട്
എനിക്ക് വളരെ ടച്ചിങ് ആയി തോന്നി റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് അതൊരു അമ്മയും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മകളും അച്ഛനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ബ്രദേഴ്സും സിസ്റ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പിന്നെ ട്രൂ ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 4 ചോദ്യങ്ങൾ ചോദിക്കണം. ആ ചോദ്യങ്ങൾക്ക് യെസ് ഉത്തരമാണെങ്കിൽ മാത്രമേ അത് നമ്മളുടെ ഒരു പാർട്ട്ണറായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചില രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് അറിഞ്ഞൂടാ വാട്ട് കൈൻഡ് ഓഫ് മൂവീസ് യു ലൈക്ക് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ റൊമാൻറ്റിക് കോമഡി സിനിമകളും എനിക്കങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമൊന്നുമില്ല. പക്ഷേ ചില സമയത്ത് ചില സിനിമകൾ നമുക്ക് ആൻഡ് ഇറ്റ് മൈറ്റ് നോട്ട് ബി എ ഗ്രേറ്റ് മൂവി ഓർ സംതിങ്, ബട്ട് ദാറ്റ് മൂവി കൈൻഡ് ഓഫ് ടച്ചസ് അസ് വെരി വെരി ക്ലോസ് ടു ഹാർട്ട്. അങ്ങനെ ഒരു സിനിമയായിരുന്നു ലൈഫ് ലിസ്റ്റ്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ ഞാനും ആലോചിച്ചു, ശരിയാണ്, എനിക്കും ഒരു ലൈഫ് ലിസ്റ്റ് എഴുതാം. ഇപ്പം ഇതിൽ ഒബ്വിയസ്ലി 13-ാം വയസ്സിലാണ് എഴുതുന്നത്, നമുക്കത് 53-ാം വയസ്സിൽ എഴുതാം, ഇനിയുള്ള കാലത്ത് എത്ര ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു ലിസ്റ്റ് വെച്ചിട്ട് ആ ലിസ്റ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് സന്തോഷകരമാവുമെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. പക്ഷെ നമ്മളെ മനസ്സിൽ ചിലപ്പോൾ നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. പലപ്പോഴും നമ്മളത് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം അത് നടക്കുമോ നടക്കില്ലേ, അത് ജനങ്ങൾ കളിയാക്കുമോ ഇങ്ങനെ ഈ ഒരു സംഭവത്തിൽ, അങ്ങനെ കുറേ ചോദ്യങ്ങളുള്ളതുകൊണ്ടാണ്. പക്ഷെ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ലൈഫ് ലിസ്റ്റ് എഴുതാൻ പറ്റുമോ എന്നുള്ളൊരിത് ഐ കൈൻഡ് ഓഫ് ലൈക്ക് ദ വേ ദ മൂവി വാസ് മെയ്ഡ്. ദി ലൈഫ് ലിസ്റ്റ് നെറ്റ്ഫ്ലിക്സിലുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് മൈ ഹോൾ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് ദിസ് വീഡിയോസ് ഈസ് ടു ഫൈൻഡ് എ ഡിഫറെൻറ്റ് വേ. കാരണം സിനിമകൾ നമ്മളെ ധാരാളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഓരോ സിനിമയും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി എന്താ നമ്മളുടെ എക്സ്പീരിയൻസ് എന്താ എന്ന് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും. അതിൽ നിന്നും വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആയിരിക്കാൻ മതി നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ മതി, ഇഷ്ടപ്പെടാതിരിക്കാൻ മതി. ബട്ട് ഐ വാണ്ടഡ് ടു ഷെയർ മൈ എക്സ്പീരിയൻസ്. അപ്പോൾ അടുത്ത സിനിമയായിട്ട് വീണ്ടും വരാം. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.